റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ നടത്തിയത് 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളെന്ന SITയുടെ കണ്ടെത്തൽ. ബംഗളൂരുവിലും കോടികളുടെ ഭൂമി ഇടപാട് കണ്ടെത്തി. ഭാര്യയുടെയും രമേശ് റാവുവിന്റെയും പേരിലാണ് പോറ്റി ബംഗളൂരുവിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയത്. സ്വർണ്ണക്കൊള്ളയ്ക്കു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തിയിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നും SIT കണ്ടെത്തുകയാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, ഇതിലേറ്റവും നിർണായകം ഭൂമി ഇടപാടുകൾ പോറ്റി നടത്തിയിട്ടുണ്ട്. അത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷമാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണോ? മാത്രമല്ല, ബംഗളൂരുവിൽ കോടികളുടെ ഇടപാടുണ്ട്. അതിൽ ബിനാമി എന്ന തരത്തിൽ രമേശ് റാവു എത്തുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിൽ രമേശ് റാവുവിന്റെ പങ്കും കൂടി വ്യക്തമാവുകയാണോ? ഇപ്പോൾ എന്തൊക്കെയാണ് പോറ്റിയുടെ ഇടപാടുകൾ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? SITയുടെ കണ്ടെത്തലുകൾ എന്താണ്? ഇതിൽ ഗണ്യമായിട്ടുള്ള വർധനവ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ബംഗളൂരുവിൽ പല സ്ഥലങ്ങളിലായി ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഫ്ളാറ്റുകൾ, ഒന്നിലധികം ഫ്ളാറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ സ്വന്തം പേരിലല്ല. ഇപ്പോൾ ബംഗളൂരുവിലാണെങ്കിൽ അവയൊക്കെ തന്നെ വാങ്ങിക്കുന്നത് ഭാര്യയുടെയും തന്റെ സുഹൃത്തും ശബരിമലയിലെ മറ്റൊരു സ്പോൺസറുമായിരുന്ന രമേശ് റാവുവിന്റെ പേരിലാണ്. അതേസമയം കേരളത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങൾ, അതായത് ഇപ്പോൾ സഹോദരിയുടെ പേരിലുണ്ട്, ഭാര്യയുടെ പേരിലുണ്ട്, മറ്റു ബന്ധുക്കളുടെ പേരിലുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭൂമികളും ഫ്ളാറ്റുകളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിച്ചിടുകയാണ്. മാത്രമല്ല, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ അറസ്റ്റിലാവുന്നതിന് അടുത്ത കാലം മുൻപായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരുന്ന ഒരു പ്രധാന കാര്യം. അതായത് കേരളത്തിൽ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുക, എന്നിട്ട് ആ പണം തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവരുടെ സ്വത്ത് കയ്യേറുക, അവരുടെ ഭൂമിയൊക്കെ തന്നെ വാങ്ങുക തുടങ്ങിയ ചില നീക്കങ്ങളിലേക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് SIT കണ്ടെത്തിയത്. മാത്രമല്ല, കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് SIT നടത്തിയിട്ടുള്ള പരിശോധനയിലൊക്കെ തന്നെ ഈ ഭൂമി ഇടപാടുകളിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ട്, ദുരൂഹതയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചില ക്രമക്കേടുകൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് സമ്പാദനം കേന്ദ്രീകരിച്ചുകൊണ്ട് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ, അതായത് 2020-2025 ആ കാലയളവിനുള്ളിൽ മാത്രം ഭൂമി ഇടപാടിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെലവഴിച്ചത് ഒരു 30 കോടിയിലധികം രൂപയാണ് എന്നുള്ളതാണ് SITയുടെ ഒരു പ്രധാന കണ്ടെത്തൽ. ഈ 2020-2025 എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 2019 ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. അതിന്റെ സാമ്പത്തിക ലാഭമാണോ ഈ ഭൂമി ഇടപാടുകൾക്കൊക്കെ കാരണമായത്, ഈ സ്വത്ത് സമ്പാദനത്തിലേക്കൊക്കെ നയിച്ചത് തുടങ്ങിയ ഒരു ഒട്ടനവധി സംശയങ്ങൾ SITക്കുണ്ട്. അതാണ് EDയുടെ അന്വേഷണം അതിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ കുറെ കൂടി വ്യക്തത വരും എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. SIT ഇതിന്റെ അന്വേഷണം, ഈ അനധികൃത സ്വത്ത് സമ്പാദനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു പരിധിവരെ മുന്നോട്ട് പോവുകയും പിന്നീട് മറ്റ് പ്രതികളുടെ അറസ്റ്റിലേക്ക് പോയി അത് അവിടെ നിലച്ചു പോവുകയുമാണ് ചെയ്തത്. പക്ഷേ ബാങ്ക് അക്കൗണ്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇതിനോടകം തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക്, ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കൂടുതലായി ഈ മറ്റ് വാല്യൂബിൾസ്, അതായത് സ്വർണം, അതുപോലെ മറ്റ് ഫ്ളാറ്റുകൾ, വീടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പാദിച്ചിട്ടിരിക്കുന്നതൊക്കെ മറ്റു പല സ്ഥലങ്ങളിലാണ്. വീട്ടിൽ നിന്ന് ആകെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് 22 പവൻ സ്വർണ്ണമാണ്. പക്ഷേ SITക്ക് തന്നെ കൃത്യമായ ഒരു നിഗമനമുണ്ട്, അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി ഇനിയും കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് SIT പറയുന്നത്. രമേശ് റാവുവിനെ ഇത് സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ രമേശ് റാവു പറഞ്ഞത് തന്റെ പേരിൽ ഈ ഫ്ളാറ്റുകളും ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു, പക്ഷെ തനിക്ക് അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നൊക്കെ രമേശ് റാവു 2 വട്ടം ചോദ്യം ചെയ്യുന്ന സമയത്ത് രമേശ് റാവു പറഞ്ഞത് അങ്ങനെ ഒരു മൊഴിയാണ്. പക്ഷേ കൂടുതലായിക്കൊണ്ട് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് SIT പോകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തിൽ കാര്യമായ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങളാണ് ഇതിൽ ED പ്രധാനമായും പരിശോധിക്കുന്നത്.